ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു അടിപൊളി ഒരു സാധനം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണോ, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വേണോ, ആക്നി മാറണോ, പാടുകൾ മാറണോ, ബ്ലെമിഷസ് മാറണോ, ആൻറ്റി ഏജിങ് ആവണോ, ഇത് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്ര അടിപൊളി സാധനമാണ്. ഞാൻ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് സൂപ്പർ റിസൾട്ടാണ് ഈ ഒരു സാധനം. നിങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല ഇങ്ങനെ ഒരു ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വെറും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും കാണുന്ന മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കിടിലം ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിന് സൂപ്പർ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പാണ്. നമ്മൾ സാധാരണ ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നിർത്തരുത്, രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഇതിൽ ചെയ്യാനുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു റിസൾട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എങ്കയോ പോകും, അത്രയ്ക്ക് കിടില്ല. എന്തായാലും ഇനി വലിച്ചു നീട്ടത്തില്ല. ആ മൂന്ന് സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ആ മൂന്ന് ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ മിന്റ് ഉണ്ടല്ലോ, പുതിനയില, പുതിനയിലയും അരിപ്പൊടിയും തേനും. ഈ പുതിനയിലയുടെ ഫേസ് പാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു പുതിനയിലയുടെ ബെനിഫിറ്റ്സ് ഗൂഗിളിൽ നമ്മളിങ്ങനെ നോക്കില്ല. കൂടുതൽ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ആദ്യം ഗൂഗിളിലൊന്ന് തപ്പിയിട്ടാണ് എൻ്റെ മുഖത്തോട്ട് ഒന്ന് ഇട്ട് നോക്കുന്നത്. അത് സക്സസ് ആകുമ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്. പിന്നെ എന്താ ഇത് അധികാരം ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെ കയ്യിൽ ചെയ്ത് നോക്കി, അപ്പോൾ അടിപൊളിയായി. പിന്നെ അത് ഫേസിൽ ചെയ്ത് നോക്കി, അപ്പോൾ സൂപ്പറായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ, പോസിറ്റീവ് ഒന്ന് നോക്കിക്കോട്ടെ, മനുഷ്യനല്ലേ, മറന്നുപോയി. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഇന്നലെ കംപ്ലീറ്റ് എഴുതി വെച്ചയാ, ഒന്ന് നോക്കിക്കോട്ടെ. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്, ബ്രൈറ്റ്നസ് ആണ്, ആക്നിയെ ട്രീറ്റ് ചെയ്യും, ആൻറ്റി ബാക്ടീരിയൽ ആണ്, സാലിസിലിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇത് എൻ്റെ ഫേസ് പാക്കിൻ്റെ അല്ല കേട്ടോ, ഈ ഒരു മിൻറ്റ് ലീവ്സ് ഫേസിൽ ഇട്ടാലുള്ള ഗുണങ്ങളാണ് പറയുന്നത്. പിന്നെ ഹൈഡ്രേറ്റിംഗ് ആണ്, ഇനി മാറ്റി വയ്ക്കാം, ബാക്കി എനിക്കറിയാം. ഈ ഹൈഡ്രേറ്റിംഗ് ആണ്, നമുക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല, ഒരു വാട്ടർ കണ്ടന്റ് എപ്പോഴും ഫേസിൽ അങ്ങനെ തോന്നിക്കും. എന്ന് വെച്ചാൽ വിയർത്തിരിക്കാന്നല്ല, ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിക്കും, ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഇനി എനിക്ക് വയ്യ ഇനി ഇതിന്റെ ഗുണമെന്ന് പറയാം, അത്രയ്ക്ക് സൂപ്പർ സാധനം. അപ്പൊ എന്തായാലും നമുക്കിത് ഉണ്ടാക്കി മുഖത്തൊന്ന് ഇട്ട് നോക്കാം. വായോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ, അതായത് ഒരു പിടി എടുത്താൽ മതി, മിന്റിന്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കണക്കൊന്നുമില്ല കേട്ടോ, മെയിനായിട്ട് ഇതിന്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് എത്രയാണോ വേണ്ടത് അതെടുക്കാം. ഇതിന് ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞൊരു ഒരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തും വെക്കാം. ഇപ്പം നല്ലതുപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഈ ഒരു പതയോടുകൂടി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പൊടി വേണം, അതുപോലെ തന്നെ തേന് വേണം. അരിപ്പൊടി വീട്ടിൽ പൊടിച്ച അരിപ്പൊടി തന്നെയാണ്, ഒരുപാട് വറുത്ത അരിപ്പൊടി എടുക്കരുത്. അതുപോലെ തേൻ എടുക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേന് തന്നെ എടുക്കുക. അപ്പോൾ തേന് നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ തന്നെ ഒരുപാട് സ്കിന്നിന് നല്ലതാണ് കേട്ടോ. നല്ല ബ്രാൻഡ് നോക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ച് ഈ ഫ്രഷ് ആയിട്ട് നമ്മൾ എടുത്ത ആ ഒരു മിൻറ്റിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള എടുക്കുക. അതൊരു ബൗളിൽ മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള മിൻറ്റിൻ്റെ ആ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയിൽ മിക്സ് ചെയ്യരുത്, കാരണം അരിപ്പൊടിയാണ്, ഇരിക്കും തോറും കുറച്ച് കുതിർന്ന് കിട്ടും. ഒരു 20 മിനിറ്റ് ഈ മിക്സ് ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടി ആയതിനു ശേഷം നമുക്ക് തേന് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല ബ്രാൻഡിൻ്റെ തേന് തന്നെ വാങ്ങുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെർലി ബ്രാൻഡിൻ്റെ തേനാണ്. നാച്ചുറലാണ്, ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല. ഇതൊരു പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ഉള്ളിലും കഴിക്കാൻ പറ്റുന്ന തേനാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് നമ്പർ, അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ 2 ബൗളിലും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുഖം നന്നായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ഒന്ന് വാഷ് ചെയ്യുക. അല്ല മുഖം കഴുകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇരുന്നുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുഖം കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ടവലിലൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആദ്യത്തെ ആ ഒരു മിൻറ്റിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക.
നമ്മളിപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ, ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കായിട്ട് ഇടാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും കംപ്ലീറ്റ് കവർ ചെയ്തിടുക. ഇത് നമുക്ക് കഴുത്തിലിടാം, കയ്യിലിടാം, കാലിലിടാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട്, പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരുപാടൊന്നും മസാജ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിൻ്റെ ഒരു ഇതാണല്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ഉണങ്ങി കിട്ടും. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു ടവൽ മുക്കിയിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു പ്രത്യേക ഒരു ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ഫ്രഷ് ലുക്ക് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഷെയ്ഡ് ഫേസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്രീം, ഇപ്പോൾ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ണിൻ്റെ അടിയിൽ ഉപയോഗിക്കാം, കഴുത്തിൽ ഉപയോഗിക്കാം, കയ്യിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒരു 8 വയസ്സിന് ശേഷമുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നാച്ചുറൽ ഫേസ് പാക്ക് ആണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് തേനിൻ്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞത്. അരിപ്പൊടിയിലാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ തേനിലാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തേന് യൂസ് ചെയ്യാതിരിക്കുക, പ്രിസർവേറ്റീവ്സ് കാണും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇലയൊക്കെ അപ്ലൈ ചെയ്ത് മീൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും നമുക്ക് ഫേസ് പാക്ക് വരിക. അപ്പം ഇതെന്നല്ല, ഏതാണെങ്കിലും തേൻ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനലാണ് എന്ന് കൺഫേം ആക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ടിക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തൊരു എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങി കിട്ടും. ഒരുപാട് അങ്ങ് ഉണങ്ങണ്ട കേട്ടോ. പിന്നെ ഇതൊരു നല്ല കൂളിംഗ് എഫക്റ്റാണ്. ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നല്ലൊരു തണുപ്പാണ്. ഒരു നമുക്ക് തന്നെ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇതുകൂടാതെ നമുക്കൊരു സ്പെഷ്യൽ കൂടെ പറയാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ അനു, നമുക്ക് സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, നമുക്കെല്ലാം നമ്മുടെ ഫാമിലിയാണ്. പുള്ളിക്കാരി ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് മോളുടെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൃദ്യമോക്ക് എൻ്റെയും നമ്മുടെ സിംപ്ലി കേളി ഫാമിലിയുടെയും വക ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബായിട്ട് ഇത് യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നനച്ചിട്ട് സ്ക്രബ് ചെയ്ത് നമുക്കിത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്ക്രബൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാനിത് ഇടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഒന്ന് ബാക്കിലോട്ടൊന്ന് നോക്കുക. ഇപ്പോൾ ഇട്ടതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് ഇൻട്രോയിലും ഞാൻ ഫേസിൽ ആകെ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സൺസ്ക്രീൻ മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഹോം മെയ്ഡ് ക്രീം യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകി എന്താ വൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഐറ്റം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ ഒരു അൺബോക്സിങ്ങിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് തരാമെന്ന്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അടുത്ത ദിവസം ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. നാളെയോ മറ്റന്നാളോ ആയിട്ട് നാളെയല്ല മറ്റന്നാൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആ ദിവസം നിങ്ങളൊന്ന് കാണണം. ഇപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ആ ഒരു ഞാൻ വാങ്ങിച്ച സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആണ് ഇഷ്ടപ്പെട്ട 2 പ്രോഡക്റ്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ട രീതി ഞാനിവിടെ സൈഡിൽ കാണിക്കാം. കാരണം ആ ഒരു രീതിയിലൊന്നും അല്ല എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റാൻഡമായിട്ട് 3 വിന്നേഴ്സിനെ ഞാൻ തിരഞ്ഞെടുത്ത 2 പേർക്ക് ഞാൻ അടിപൊളി ഈ സാധനം തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. വേറെ വാങ്ങിച്ച് അയച്ചു തരും. കാരണം ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളും അത് യൂസ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടി വീഡിയോസ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Stay at home, stay healthy. Thanks for watching. See you on another video. Assalamu alaikum.